വചനം 222. വയസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. അനിൽ മഹീളി, ആർത്തവത്തെപ്പറ്റി, ഋതുകാലത്തെപ്പറ്റി. ഖുൽ, പറയുക. ഹുവ, അത്. അദൻ, ഒരു ഉപദ്രവമാണ്, ശല്യമാണ്, മ്ലേച്ഛമാണ്. ഫഅ്തസിലു, അതിനാൽ നിങ്ങൾ വിട്ടുനിൽക്കുവീൻ, അകന്നു നിൽക്കുവീൻ. അന്നിസാഅ, സ്ത്രീകളെ. അനിൽ മഹീളി, ആർത്തവത്തിൽ, ഋതുകാലത്തിൽ. വലാ തഖ്റബൂഹുന്ന, അവരെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്. ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നതുവരെ. ഫഇദാ തത്ഹർന, എന്നിട്ട് അങ്ങനെ അവർ ശുദ്ധിയായിത്തീർന്നാൽ. ഫഅ്തൂഹുന്ന, നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്നുകൊള്ളുവീൻ. മിൻ ഹൈസു, വിധത്തിലൂടെ. അമറക്കും, നിങ്ങളോട് കൽപ്പിച്ച. അല്ലാഹു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കും. അത്തവ്വാബീന, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ. വയുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അൽ മുതത്വഹ്ഹരീൻ, ശുദ്ധി പ്രാപിക്കുന്നവരെ. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. അവർ നിന്നോട് ആർത്തവത്തെക്കുറിച്ചും ചോദിക്കുന്നു. നീ പറയുക, അത് ഒരു തരം ഉപദ്രവമാകുന്നു. അതിനാൽ ആർത്തവകാലത്തിൽ നിങ്ങൾ സ്ത്രീകളെ വിട്ടുനിൽക്കുവീൻ. അവർ ശുദ്ധിയാകുന്നതുവരേക്കും നിങ്ങൾ അവരെ സമീപിക്കുകയും അരുത്. അങ്ങനെ അവർ ശുദ്ധിയായിത്തീർന്നാൽ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിലൂടെ നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്നുകൊള്ളുവീൻ. നിശ്ചയമായും പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ശുദ്ധി പ്രാപിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. വചനം 223. നിസാഉക്കും, നിങ്ങളുടെ സ്ത്രീകൾ. ഹർത്തുൻ, കൃഷിയിടം ആകുന്നു, വിളയിടം ആകുന്നു. ലക്കും, നിങ്ങൾക്ക്, നിങ്ങളുടെ. ഫഇതു, അതിനാൽ നിങ്ങൾ ചെല്ലുവിൻ. ഹർസക്കും, നിങ്ങളുടെ വിളക്കൽ, കൃഷിയുടെ അടുക്കൽ. അന്നാശിഅ്തും, നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചുവോ അങ്ങനെ. വഖദ്ദിമു, നിങ്ങൾ മുൻകൂട്ടി അഥവാ മുൻ ചെയ്തു വെക്കുകയും ചെയ്യുക. ലിഅൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾക്ക്, നിങ്ങൾക്കു തന്നെ. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. വഅലമു, അറിയുകയും ചെയ്യുക. അന്നക്കും, നിങ്ങൾ ആകുന്നു എന്ന്. മുലാഖൂഹു, അവനുമായി കണ്ടുമുട്ടുന്നവർ. വബശ്ശിരി, സന്തോഷം അറിയിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. നിങ്ങളുടെ സ്ത്രീകൾ അഥവാ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടം ആകുന്നു. അതിനാൽ നിങ്ങളുടെ കൃഷിയുടെ അടുക്കൽ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചുവോ അപ്രകാരം ചെന്നുകൊള്ളുക. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടത് മുൻകൂട്ടി ചെയ്തു വെക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ അവനുമായി കണ്ടുമുട്ടുന്നവരാണെന്ന് അറിയുകയും ചെയ്യുവീൻ. നബിയെ, സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. 222, 223 എന്നീ വചനങ്ങളുടെ വിശദീകരണം. ഇമാം അഹ്മദും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. സ്ത്രീകൾക്ക് ആർത്തവകാലമായാൽ യഹൂദികൾ അവരൊന്നിച്ചു ഭക്ഷണം കഴിക്കുകയോ വീട്ടിൽ ഒന്നിച്ചു പെരുമാറുകയോ ചെയ്തിരുന്നില്ല.
സഹാബികൾ ഇതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോഴാണ് ഈ വചനം അവതരിച്ചത്. അങ്ങനെ സംഭോഗം ഒഴിച്ചുള്ളതെല്ലാം ചെയ്തുകൊള്ളാമെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ഈ മനുഷ്യനു നമ്മോട് എതിര് പ്രവർത്തിക്കണമെന്നേയുള്ളൂവെന്ന് യഹൂദികൾ പറയുകയുണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചില സഹാബികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്നാൽ നമുക്ക് സംഭോഗവും കൂടി നടത്തിയാൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം മാറി ദേഷ്യപ്പെട്ടു. ഹിന്ദുക്കൾക്കിടയിലും യഹൂദികളെപ്പോലെ ആർത്തവകാലത്തു സ്ത്രീകളുമായി ഐത്തം ആചരിച്ചു വരുന്ന സമ്പ്രദായം നിലവിലുണ്ട്. എല്ലാ കാര്യത്തിലുമെന്ന പോലെ ഈ വിഷയത്തിലും ഇസ്ലാം വസ്തുനിഷ്ഠമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആർത്തവം ഒരു ഉപദ്രവമാകുന്നു, അഥവാ മാലിന്യവും വൃത്തിഹീനവുമാണ്. അതുകൊണ്ട് ആർത്തവകാലത്ത് ഭാര്യമാരുമായി സമീപിക്കാതെ വിട്ടുനിൽക്കണമെന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നു. സമീപിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ അടുത്തൊന്നും ചെന്നുകൂടാ എന്നോ അവർക്ക് ആരെയും തീണ്ടുവാൻ പാടില്ലെന്നോ അല്ല. പ്രസ്തുത മാലിന്യസ്ഥാനവുമായി ബന്ധപ്പെട്ട സമീപനം അഥവാ സംഭോഗം പാടില്ല എന്നാണെന്നും മറ്റുള്ള സമീപനങ്ങൾക്കും സമ്പർക്കങ്ങൾക്കും വിരോധമില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു. ആർത്തവ രക്തം ഒരു മാലിന്യ വസ്തുവാണെന്നല്ലാതെ ആർത്തവമുള്ളപ്പോൾ സ്ത്രീകൾ മാലിന്യവതികളായിരിക്കുമെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടില്ല. ശുദ്ധിയാവുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ആർത്തവരക്തം നിന്നുപോയ ശേഷം കുളിച്ച് ശുദ്ധിയാവുക എന്നാകുന്നു. ഈ കുളി നിർബന്ധമാണ് താനും. അള്ളാഹു കൽപ്പിച്ച വിധത്തിലൂടെ ചെല്ലുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം മാനുഷികവും പ്രകൃതിപരവുമായ മര്യാദകളും മതനിർദ്ദേശങ്ങളും ലംഘിക്കാത്ത വിധത്തിൽ സമീപിക്കുക എന്നത്രേ. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തെ പൊതുവിൽ ബാധിക്കുന്ന ഒരു കൽപ്പനയാണിത്. അഥവാ ആർത്തവ ശുദ്ധിക്കു ശേഷമുള്ള സമീപനത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കൽപ്പനയല്ല. ബാഹ്യത്തിലുള്ളതും ശാരീരികവുമായ ഒരു അശുദ്ധിയാണ് ആർത്തവമെന്നും അതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് കുളിയെന്നും വ്യക്തമാണല്ലോ. എന്നാൽ അതുപോലെ ആന്തരികവും ആത്മീയവുമായ ചില മാലിന്യങ്ങളാണ് പാപങ്ങളെന്നും അവയിൽ നിന്നുള്ള ശുദ്ധീകരണം പശ്ചാത്താപമാണെന്നും രണ്ടുതരം ശുദ്ധീകരണങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണെന്നും കൂടി അള്ളാഹു ഉണർത്തിയിരിക്കുന്നു. നിശ്ചയമായും പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ശുദ്ധി പ്രാപിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. നിസാഉകും ഹർസുൽ ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന വാക്യം വളരെ മഹത്തായ ഒരു തത്വത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നിലം ശരിപ്പെടുത്തി വിത്തിടുകയും വിത്തുമുളച്ച് ഉൽപ്പന്നങ്ങൾ വിളയുകയും ചെയ്യുന്നതാണല്ലോ കൃഷി. അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു കൃഷിയിടം തന്നെയാണ് ഭാര്യമാരും. കൃഷിയുടെ നന്മയും അനുകൂല സാഹചര്യങ്ങളും പൊതുവെ കർഷകന് ആനന്ദവും സന്തോഷവും ഉളവാക്കുന്നതായിരിക്കുമെങ്കിലും അതിൽ നിന്നുള്ള വിളവാണല്ലോ അതിൽ നിന്നും അവൻ്റെ ലക്ഷ്യം. അതുപോലെ സന്താനമാണ് ഈ കൃഷിയുടെ സാക്ഷാൽ ലക്ഷ്യം. മനുഷ്യവർഗം ഈ ലോകത്ത് നിലനിൽക്കുന്നതും വളർന്നു വർദ്ധിക്കുന്നതും ഈ കൃഷിയിലൂടെയാകുന്നു. സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രകൃതി നിയമമത്രേ അത്. കേവലം പ്രേമവികാരങ്ങളെയോ ശാരീരിക മോഹങ്ങളെയോ നിവൃത്തിയാക്കുവാനുള്ള ഒരു ഉപാധി മാത്രമായിട്ടല്ല. അതും പരിഗണനീയം തന്നെയാണെങ്കിലും അതിനേക്കാൾ ഉപരിയായ ആ ലക്ഷ്യത്തെ ഉന്നമാക്കിക്കൊണ്ടാണ് അള്ളാഹു വിവാഹബന്ധത്തെ കണക്കാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. തുടർന്നുള്ള വാക്യങ്ങളിലും അതിലേക്കുള്ള സൂചന കാണാം. വേറെ പല ഖുർആൻ വചനങ്ങളിൽ നിന്നും ഈ യാഥാർത്ഥ്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നതുമാണ്. ഭാര്യമാർ കൃഷിയിടമാണെന്ന് പറഞ്ഞ ശേഷം അതുകൊണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പ്രകാരം ചെന്നുകൊള്ളുക എന്നുകൂടി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതെ, അവരുടെ അടുക്കൽ ചെല്ലുന്നതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട വിധമെല്ലാം സ്വീകരിക്കാമെന്ന് സാരം. എന്നാൽ ഉൽപാദനത്തിനുപയുക്തമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്നതെന്നും അതിന് വിരുദ്ധമായ പ്രവേശങ്ങൾ ശരിയല്ലെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു അവൻ്റെ സൃഷ്ടിയായ മനുഷ്യർക്കു പഠിപ്പിച്ചു കൊടുക്കുന്ന ദാമ്പത്യ പാഠങ്ങളും അതിനുപയോഗിച്ച വാക്കുകളും നോക്കുക. വളരെ ലളിതവും മാന്യവും ഹൃദ്യവുമായ ചുരുക്കം ചില വാക്കുകൾ, സ്നേഹവും കനിവും നിറഞ്ഞ ശൈലി. അള്ളാഹുവിൽ നിന്നല്ലാതെ ഇത്തരം അധ്യാപന ശൈലി എവിടെ കാണുവാനാണ്? അള്ളാഹു അക്ബർ. ഒരു മാതാവിന് അവളുടെ മുലകുടിക്കുന്ന പിഞ്ചോമനയോടുള്ളതിനേക്കാൾ കൃപയാണ്
അള്ളാഹുവിന് അവന്റെ അടിയാന്മാരോടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരവസരത്തിൽ പ്രസ്താവിച്ചത് ഇവിടെ സ്മരണീയമാകുന്നു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി മുന്നൊരുക്കം ചെയ്തു കൊള്ളണം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവനുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്ന് അറിഞ്ഞിരിക്കണം എന്നൊക്കെ അള്ളാഹു ഉപദേശിക്കുന്നു. വൈവാഹിക ജീവിതത്തിലും മറ്റുമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സ്വന്തം ഭാവി മറന്നു പോകരുത്. സൽക്കർമ്മങ്ങൾ ചെയ്തും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഭാവി വിജയത്തിനുള്ള മാർഗങ്ങൾ നേരത്തെ കൂട്ടി ഒരുക്കിക്കൊണ്ടിരിക്കണം. മരണാനന്തരം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരായി അവൻ്റെ വിചാരണ നേരിടേണ്ടി വരുമെന്ന് സദാ ഓർമ്മയുണ്ടായിരിക്കണമെന്ന് താൽപ്പര്യം. വഖദ്ദിമൂ ലി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ മുൻകൂട്ടി ചെയ്തു വെക്കുവീൻ എന്ന വാക്യത്തിന് മേൽക്കണ്ട അർത്ഥത്തിലുള്ള വ്യാഖ്യാനമാണ് മിക്ക വ്യാഖ്യാതാക്കളും നൽകിയിരിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല സൂചിപ്പിച്ചതുപോലെ അതിനുശേഷമുള്ള 2 വാക്യങ്ങളും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവനുമായി കണ്ടുമുട്ടുമെന്നറിഞ്ഞിരിക്കണമെന്നുമുള്ള വാക്യങ്ങൾ ഈ വ്യാഖ്യാനത്തിനു പിൻബലം നൽകുകയും ചെയ്യുന്നു. ഭാര്യമാരുമായുള്ള സമീപനത്തിൽ നിന്ന് സൽക്കർമ്മികളായ നല്ല സന്താനങ്ങൾ ജനിക്കുവാനും അവർ വഴി വംശപരമ്പര നിലനിൽക്കുവാനുമായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം എന്നൊക്കെയാണ് ഈ വാക്യത്തിൻ്റെ താൽപ്പര്യമെന്നത്രേ മറ്റു ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭമാണിതെന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഈ അഭിപ്രായം. താഴെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാവുന്നതുപോലെ മരണശേഷവും മുറിഞ്ഞു പോകാത്ത ഒരു സൽക്കർമ്മമാണല്ലോ നല്ല സന്താനം. എന്നിരിക്കെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു നല്ല കർമ്മം തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അതുമാത്രമാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കരുതിക്കൂടാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. മനുഷ്യൻ മരണമടഞ്ഞാൽ 3 കാര്യങ്ങളെ സംബന്ധിക്കുന്നതല്ലാത്ത അവൻ്റെ കർമ്മം മുഴുവനും മുറിഞ്ഞു പോകുന്നു. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ദാനധർമ്മവും ഉപകാരപ്രദമായ ജ്ഞാനവും തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തനായ സന്താനവും. മുസ്ലിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. നിങ്ങളൊരാൾ തൻ്റെ വീട്ടുകാരുടെ അഥവാ ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ സംയോഗവേളയിൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ഷൈത്വാന വ ജന്നിബി ഷൈത്വാന മാ റസഖ്തന എന്ന് പറയുകയും 2 പേർക്കുമിടയിൽ സന്താനം വിധിക്കപ്പെടുകയും ചെയ്യുന്ന പക്ഷം ആ സന്താനത്തിന് പിശാച് ഒരിക്കലും ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി, മുസ്ലിം. ഈ പ്രാർത്ഥനയുടെ സാരം ഇതാകുന്നു: അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് നീ പിശാചിനെ അകറ്റിത്തരണമേ. ഞങ്ങൾക്ക് നീ നൽകുന്നതിൽ അഥവാ സന്താനത്തിൽ നിന്നും പിശാചിനെ അകറ്റിത്തരണമേ. മേൽപ്പറഞ്ഞ രണ്ടുമല്ലാത്ത വളരെ വിചിത്രമായ ഒരു അർത്ഥവ്യാഖ്യാനം ഈ വാക്യത്തിന് ഒരു പണ്ഡിതൻ ഇപ്പോൾ നൽകിക്കാണുന്നു. അതിങ്ങനെയാണ്: കൃഷിസ്ഥലത്ത് ചെല്ലുമ്പോൾ വേണ്ട ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുകയും ചെയ്യുക. ഈ വാക്യത്തിന് ആ പണ്ഡിതൻ തന്നെ നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയുമാണ്: സ്ത്രീകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അതായത് അതിൽ സന്താനങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ പരിപാലനത്തിനും പരിശീലനത്തിനും വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു വെക്കണം. സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ എന്നർത്ഥം. ഖുർആന്റെ പ്രസ്താവനകളെ കഴിവതും ഭൗതിക ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് മുതൽക്കൂട്ടായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അർത്ഥ വ്യാഖ്യാനങ്ങളിൽ ഒന്നത്രേ ഇത്. മനസ്സാക്ഷിയും നിഷ്പക്ഷ ബുദ്ധിയുമുള്ള ഏവർക്കും ഇതിൻ്റെ പിന്നിലുള്ള പ്രേരണ മനസ്സിലാക്കാവുന്നതാണ്. അതെന്തായാലും ശരി, ചില വസ്തുക്കൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ അർത്ഥവ്യാഖ്യാനമൊന്ന് പരിശോധിച്ചു നോക്കുക. നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് അഥവാ നിങ്ങൾക്കു തന്നെ വേണ്ടി മുൻകൂട്ടി ചെയ്തു വെക്കണം. ഖദ്ദിമൂ ലി അൻഫുസിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇവർ പറയുന്നതാകട്ടെ ഭാവിയിൽ ജനിക്കുവാൻ പോകുന്ന സന്താനങ്ങളുടെ പരിപാലനത്തിനും പരിശീലനത്തിനും വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു വെക്കണമെന്നുമാണ്. ഈ ഒരുക്കങ്ങൾ ചെയ്തു വെക്കുന്നതാകട്ടെ ഇവർ പറഞ്ഞതനുസരിച്ച് തന്നെ സ്ത്രീകളുടെ അടുക്കൽ ചെല്ലുമ്പോഴാണ് താനും. ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. വിവാഹത്തിന് മുമ്പ് തന്നെ ഈ ഒരുക്കം ചെയ്തു വെക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അതിന് അല്പമെങ്കിലും ഒരർത്ഥമുണ്ടെന്ന് സമ്മതിക്കാമായിരുന്നു. ഇനി സന്താനങ്ങളെ പോറ്റി വളർത്തുവാനും പരിശീലിപ്പിക്കുവാനുമൊക്കെയുള്ള വക മുൻകൂട്ടി കണ്ടുവച്ച ശേഷമേ വിവാഹം കഴിക്കാവൂ എന്നോ ഭാര്യമാരെ സമീപിക്കാവൂ എന്നോ അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതുമില്ല. നേരെ മറിച്ച് സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ കഴിയാത്തവർ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്നും അദ്ധ്യായം 4 വചനം 25, അവിവാഹിതർക്കും നല്ലവരായ അടിമകൾക്കും വിവാഹം ചെയ്തു കൊടുക്കണമെന്നും അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു വഴിയെ
അവർക്ക് ധന്യത നൽകിക്കൊള്ളുമെന്നും അദ്ധ്യായം 24 വചനം 32 അള്ളാഹു പറയുന്നു. വിവാഹം നടത്തുവാൻ കഴിവുള്ള യുവാക്കൾ വിവാഹം കഴിക്കണമെന്നും കഴിവില്ലാത്തവർ നോമ്പ് പിടിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചിരിക്കുന്നു. ബുഖാരി, മുസ്ലിം. വിവാഹം ചെയ്യാൻ കഴിവുണ്ടായാൽ അത് ചെയ്യാമെന്നല്ലാതെ അതിൽ ഉണ്ടായേക്കാവുന്ന സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിവരുന്ന വക മുൻകൂട്ടി കണ്ടുവച്ചിട്ട് വേണം അതെന്ന് ഖുർആനിലും ഹദീസിലും പ്രസ്താവിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്നു തന്നെ ഇവരുടെ ഈ പുതിയ അർത്ഥവ്യാഖ്യാനം സത്യവിരുദ്ധമാണെന്ന് മനസ്സിലായല്ലോ.